ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് ഞങ്ങൾ 3 പേരും കൂടെ പുറത്ത് പോകണം കേട്ടോ. മിത്തുക്കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് മിറർ സെൽഫി എടുക്കാൻ അറിയില്ല, മുഖത്താണ് പിടിച്ചിരിക്കുന്നത്, എങ്ങനെ മുഖം കാണാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിതാ ഒരു 6:45 6:30 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങോട്ടാണ് നമ്മൾ പോണതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പോകുന്നത് നവി മുംബൈ എയർപോർട്ടിലേക്കാണ്. രാവിലെ തന്നെ ആരാണ് വന്ന് നിൽക്കുന്നത്? നമ്മൾ ജപ്പാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് 1 വീക്കിൽ തന്നെ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. കൂടുതൽ എക്സൈറ്റഡ് മിത്തുക്കുട്ടിയാണ്, വേറെ ഒന്നുമല്ല, നമ്മുടെ കസിൻസ് ആണ് കേട്ടോ. മിത്തുവിൻ്റെ കസിൻസ് ആണ് വരുന്നത്, എൻ്റെ കസിൻ്റെ മക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. മിത്തുക്കുട്ടി നാട്ടിൽ പോയാൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയാറില്ലേ, പിന്നെ വീട്ടിലെത്തിയാൽ പിന്നെ ഞാൻ വീട്ടിൽ കാണാറില്ല, എപ്പോഴും അവരുടെ വീട്ടിലാണ്, തറവാട്ടിലാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അവരാണ് വരുന്നത്. അപ്പോൾ അവർ വന്ന സമയത്ത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി. പക്ഷേ സാരില്ല, ഞാൻ വഴിയെ എന്തായാലും വീഡിയോസൊക്കെ അവരുടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി കുറച്ച് ദിവസം പറ്റാവുന്നതൊക്കെ മാക്സിമം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. കാരണം അറിയാലോ, നമുക്ക് കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ ഫുൾ ബിസി ആയിരിക്കും. അപ്പോൾ അവർ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് കൊച്ചിയിൽ നിന്നാണ് വരുന്നത് കേട്ടോ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നായ കാരണം രാവിലത്തെ 5 മണിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ രാത്രി ഉറക്കമൊഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ നേരം കൊണ്ട് ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പുട്ടും കടലയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തയച്ചതാണ് ഈ വക സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ചക്കച്ചോള വറുത്തത്, ചിപ്സ്, കേക്ക്, എന്തൊക്കെ വേണം, നല്ല അടിപൊളി മുട്ട ബിസ്ക്കറ്റ്, അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ നാട്ടിൽ നിന്ന് അച്ഛൻ നല്ല മാങ്ങ, വീട്ടിലുണ്ടായ മാങ്ങ, മൂവാണ്ട മാങ്ങയുടെ ഒരു മണം ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം മൂത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് അച്ചാറും ഇടാൻ പഴുപ്പിക്കും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ കൊടുത്തയച്ചാണ് കേട്ടോ. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ കൊടുത്തയച്ചതെല്ലാം ഞാനിങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. അവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ പുട്ടും കടലയും ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1 വർഷം മുന്നേ ഇവർ പ്ലാൻ ചെയ്തതാണ്, ലാസ്റ്റ് ഇയർ പ്ലാൻ ചെയ്തതാണ്. ഒരാൾ 10th ഒരാൾ 12th ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ പ്ലാൻ ചെയ്ത സമയത്ത് ആക്ച്വലി വരാനാണെങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു 4-5 പേര് 5-6 പേരായിട്ടാണ് ഇവരൊരു കസിൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയാറില്ലേ, മാധവ്, മിത്തു, അക്കു, നിമ്മു, അവർ അങ്ങനെയാണ് കേട്ടോ വിളിക്കുക. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് എപ്പോഴും ഇങ്ങനെ എൻജോയ് ചെയ്ത് നാട്ടിൽ പോയ ഒരു ഗാങ് തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ മാഡിയും ഇവരുടെ കൂടെ വരണം എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ രമേശേട്ടൻ്റെ സിസ്റ്ററുടെ കുട്ടികളും അവരും വെക്കേഷൻ ടൈമാണല്ലോ മെയ്യിൽ. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ആർക്കും വരാൻ പറ്റിയില്ല. ഫൈനലി ഇവർ 2 പേരെ വന്നുള്ളൂ. മാഡിക്കാണെങ്കിൽ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ സംസാരിക്കാമെന്ന് എനിക്ക് തോന്നി എന്താണെന്നുള്ളത്. അപ്പോൾ മാഡിക്കാണെങ്കിൽ ആ സമയമാകുമ്പോൾ മാഡി നാട്ടിലായിരുന്നു. അപ്പോൾ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് കുറച്ച് ഒഴിവാക്കാൻ പറ്റാത്ത ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രമേശേൻ്റെ സിസ്റ്ററുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 10th മെയ്യിൽ തുടങ്ങി, എനിക്ക് തോന്നുന്നു നാട്ടിൽ 10th മെയ്യിൽ തുടങ്ങും. മിഥുന് ഏപ്രിലിൽ തുടങ്ങിയിട്ട് മെയ്യിൽ വെക്കേഷൻ അങ്ങനെയാണല്ലോ. അപ്പോൾ മെയ്യിൽ ഇത് തുടങ്ങി. പിന്നെ മറ്റാളാണെന്നുണ്ടെങ്കിൽ ഒരാളില്ലാതെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നെ ആ സമയത്ത് അവർക്ക് എൻട്രൻസിൻ്റെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ അവരും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഫൈനലി വന്നപ്പോൾ ഇവർ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം മിത്തുക്കുട്ടിക്ക് പിന്നെ സ്കൂൾ തുറക്കാൻ 1 വീക്കും കൂടിയുള്ളൂ. മിത്തു ആണെങ്കിലും 10th ആണ്. സോ തുറന്നു കഴിഞ്ഞാൽ പിന്നെ മിത്തുവിന് ഇനി 1 ഇയർ നാട്ടിൽ പോകാനും പരിപാടികളോ ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ വിചാരിച്ചു ഈ ഒരു ലാസ്റ്റ് ഒരു കൂടിച്ചേരൽ ഈ ഒരു സമയത്തും കൂടിയാണ് ഇവിടെ വന്ന് നിൽക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അവർ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് ലഞ്ച് ഞാൻ ലഞ്ചിൻ്റെ പരിപാടിയും കൂടെ റെഡിയാക്കി ഇതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ. കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നമ്മൾ 2-3 ദിവസം ഫുൾ കറക്കൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളും കണ്ടോളൂ നമ്മുടെ വ്ളോഗ്. സോ ഇന്നത്തെ ലഞ്ചും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളിതാ ഒരു ഈവനിങ് ആകുമ്പോൾ നമ്മൾ എങ്ങടെയെങ്കിലും കറങ്ങാൻ പോകണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ കാരണം ഇന്ന് മുതലൊരു 2 days കഴിഞ്ഞാൽ പിന്നെ പ്രേംഷേട്ടൻ ഓഫീസൊന്നും ഇല്ലല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ്ങിൽ മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഈ ഒരു 2-3 days ആണ് ഒന്ന് കറങ്ങാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആമസോണിൻ്റെ സെയിൽ നടക്കുകയാണ് 31st വരെ. 28ാം തീയതി മുതൽ മാസത്തെ ആദ്യത്തെ ദിവസങ്ങളിൽ സെയിൽ ഉണ്ടായിരുന്നു. അതല്ലാതെ ഇപ്പോൾ സെയിൽ നടക്കുന്നത്. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചെന്ന ഡ്രസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് കാർട്ടിലിട്ട് വെക്കാൻ. ഇപ്പോൾ സെയിൽ നടക്കുന്ന കാരണം അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ 2 ദിവസം മുന്നത്തെ വീഡിയോയിൽ ഡ്രസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഇപ്പം അതിന് നല്ല വില കുറഞ്ഞിട്ടുണ്ടാവും. സമ്മറിന് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രസ്സ്. അതിലൊന്ന് ഇതാ ഫസ്റ്റ്. എന്തൊരു അടിപൊളി കോട്ടൺ ആണറിയോ, ഭയങ്കര നല്ല ക്ലോത്താണ്, ചൂടത്ത് ഏറ്റവും ബെസ്റ്റാണ്. ഓഫീസിലേക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല കിഡില് എന്ത് രസമുള്ളൊരു കുർത്തി അറിയോ.
അടുത്തതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിൻ്റെ ശരിക്കുള്ള കളർ നിങ്ങൾ ലിങ്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോയിലുള്ള കളറാണ് ഒറിജിനൽ കളർ. ഇത് ചിലപ്പോൾ ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡ്, ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ, ഒരു ലെമൺ കളറാണ്. ചെറിയ ഒരു ചിക്കൻ കാരി വർക്ക് പോലെ വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഭംഗി ഇതിൻ്റെ കളറും ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്കാണ്, ഫ്ലോറൽ വർക്കാണ് വരുന്നത്. പിങ്ക് ആൻഡ് ലെമൺ ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കോട്ട് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു പ്ലെയിൻ പാൻറ്റും. ഇത് ശരിക്കും ഇങ്ങനത്തെ കോട്ട് സെറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ള, നല്ല ക്ലാസി ആയിട്ടുള്ളതൊക്കെ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. ഇതൊരു ഫുൾ സെറ്റാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഇതിൽ വരുന്ന ഒരു കോട്ടൺ കുർത്ത സെറ്റാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, എന്ത് രസം നോക്കിയാൽ. ചെറിയൊരു മിറർ വർക്ക് ചെറുത് ഈ ഒരു കഴുത്തിൻ്റെ അവിടെ. പിന്നെ ഇതിൻ്റെ പാറ്റേണും അങ്ങനത്തെയാണ്, അനാർക്കലി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു അംബ്രല കട്ട് പോലെയൊക്കെ വരുന്ന, സ്ലിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു പാറ്റേൺ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. പാൻറ്റും ടോപ്പും സെയിം, കണ്ടോ, ഓൾമോസ്റ്റ് സെയിം കളർ തന്നെയാണ് പാൻറ്റും ടോപ്പ് വരുന്നത്. ദുപ്പട്ടി അതേപോലെ തന്നെ. അടുത്തതൊരു അടിപൊളി ഡ്രസ്സാട്ടോ. ഇതിൻ്റെ കളറും അതെ, നല്ലൊരു മഞ്ഞ കളറ്. ഹൽദിക്കൊക്കെ വേണമെങ്കിൽ ആർക്കെങ്കിലും ഇടാൻ പറ്റും. ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എന്താ പറയുക, വർക്കാണ് കേട്ടോ. ഭയങ്കര അടിപൊളി വർക്കാണ്, നല്ലൊരു എന്താ പറയുക, ഒരു ഭയങ്കര രസമുള്ളൊരു വർക്ക്, ഒരു നൊസ്റ്റാൾജിക് വർക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ബേർഡ്, ഒരു മരം, അത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കളർഫുള്ളായിട്ട് നല്ല രസമായിട്ട്. സ്ലീവ്സിലും അതെ, ഒരു സ്ലീവിൽ നമ്മുടെ മരം, ഒരു സ്ലീവിൽ ബേർഡുമാണ്. അങ്ങനെ ആയിട്ടുള്ള നല്ല രസമുള്ള ഇടയിലിടയിൽ ഒരു മിറർ വർക്കൊക്കെ വരുന്നത്. ഇത് വൈറ്റ് കുർത്തി ഇടാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അടിപൊളിയാണ്. നല്ല ഭംഗിയുള്ള ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. ഫുള്ള് കുർത്ത, പാൻറ്റ്, ദുപ്പട്ട എല്ലാതും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, കണ്ടോ, നല്ല രസമുള്ള ഒരു ഫ്ലോറൽ വർക്കൊക്കെ വരുന്ന, വളരെ സിമ്പിളാണ്. ഈ ഓഫീസിലേക്കും ഇതിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള പ്യോർ കോട്ടണിൽ ഞാൻ കാണിച്ചൊക്കെ അധികം കോട്ടനാണ് വരുന്നത്. അതുകൊണ്ട് ചൂടത്ത് പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. കയ്യിലൊക്കെ കുഞ്ഞു കുഞ്ഞു മിറേഴ്സ് ഉണ്ട് കേട്ടോ. പാൻറ്റ് താഴെ മാത്രം ചെറിയൊരു വർക്ക് വരുന്നുണ്ട് പാൻറ്റിൻ്റെ അവിടെ. ദുപ്പട്ടി നല്ല ഭംഗിയുടെ നല്ല നീളമുള്ള ദുപ്പട്ടയാണ്, അടിപൊളി ദുപ്പട്ടയാണ്. അവിടെ നീളം വീതിയില്ല എന്നുള്ള പ്രശ്നം ഞാൻ കാണിക്കുന്ന ഇതിലൊന്നും വരുന്നില്ല ദുപ്പട്ടയ്ക്ക്. എല്ലാതും ആമസോണിലാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. ഷൂട്ടിങ്ങിൻ്റെ ചെറിയൊരു പരിപാടിയിലായിരുന്നു ഞാൻ. ഇവിടെ പറഞ്ഞ പോലെ നല്ല ചൂടാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് അധികം നമ്മുടെ യാത്രകളൊക്കെ നടക്കുള്ളൂ. കാരണം രാവിലെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്ര ചൂട്, അത്ര വെയിലാട്ടോ. പല ഷോപ്പിംഗ് മോളൊക്കെ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ഡേ ഈവനിങ് ആയപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങി. ഇനിയുള്ള 2-3 ദിവസം നമ്മൾ പറഞ്ഞില്ലേ മാക്സിമം കറക്കം തന്നെയായിരിക്കും. കാരണം ഇവർ 1 വീക്ക് തന്നെ ഉള്ളൂ. അതിൽ ഒരാളിപ്പോൾ ഇനിയിപ്പോൾ എൻജിനീയറിങ്ങിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് മറ്റാൾക്ക് ആണെങ്കിൽ 11th തുടങ്ങുക. അങ്ങനെയുള്ളൊരു ബിസി സ്കെഡ്യൂളായ കാരണം 1 വീക്ക് തന്നെയുള്ള അപ്പോഴേക്കും. പിന്നെ മിഥുനും സ്കൂൾ വർക്കും. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ പോയത് ഐക്കിയയിലാണ് കേട്ടോ. കാരണം മുംബൈയിൽ ആക്ച്വലി ഇവർക്കും ഐക്കിയ കാണണമെന്നുണ്ടായിരുന്നു. ഐക്കിയ ഭയങ്കര രസമല്ലേ, ഒരു ഈസ്തെറ്റിക് വൈബും കാര്യങ്ങളും. പർച്ചേസ് ചെയ്യാനൊന്നല്ല, ചുമ്മാ ഒരു രസമാണ്. നാട്ടിൽ ഐക്കിയ അല്ലല്ലോ, അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലങ്ങളിൽ ഒന്നാണ് ഐക്കിയ. ഇത് കണ്ടത് നല്ല രസമുണ്ട് കേട്ടോ. അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടി ചിരിച്ച് മറയുന്ന കുറേ സീൻസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, മിത്തുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ പോകാനും നാട്ടിൽ നിൽക്കാനൊക്കെ ഉള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അത് മിത്തുൻ്റെ അക്കു ചേച്ചി നിമോ ചേച്ചിയാണ് കേട്ടോ. കാരണം ഭയങ്കര ക്ലോസ് ആണ് ഇവർ 3 പേരും. അതിൽ മാഡി, ആ ഗ്രൂപ്പിൽ വേറെ 1-2 കുട്ടികളുണ്ട്, ഭദ്രക്കുട്ടി എന്ന് പറഞ്ഞിട്ട് മാഡി. ഇതൊക്കെ എൻ്റെ കസിൻ്റെ മക്കളാണ്. അപ്പോൾ മിത്തുക്കുട്ടി, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ വെക്കേഷനായ ഭയങ്കര രസമാണ്. അതിനുള്ളൊരു മെയിൻ കാരണം ഞങ്ങൾക്ക് അപ്പം അച്ഛന് 7 സിബ്ലിങ്സാണ്. അവരുടെയൊക്കെ മക്കൾ ഞങ്ങളുടെ കസിൻസായിട്ടൊരു 10-20 പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കുട്ടികളാകുമ്പോൾ എത്ര പേരുണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ ആക്ച്വലി നമ്മുടെ വീട്ടിൽ ഭയങ്കര രസമാണ്. ഇവരൊക്കെ വെക്കേഷന് വരുമ്പോൾ കുറേ പിള്ളേരുണ്ട്. ഇവർ ഈ കുട്ടിപ്പര ഉണ്ടാക്കി കളിക്കുക. ശരിക്കും നമ്മുടെ 90s നമ്മളെപ്പോഴും പറയും 90s കിഡ്സിൻ്റെ രസം ഈ ജെൻസി പിള്ളേർക്കില്ല, അവരത് അനുഭവിച്ചിട്ടില്ല. കാരണം അവർക്ക് അതിൻ്റെ കുട്ടിക്കാലില്ല. അതിന് ഒരുവിധം ഒക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കസിൻസിൻ്റെ ആയിട്ടുള്ള ഒരു റിലേഷനും അതൊന്നും ഇപ്പം ഇല്ല എന്നുള്ളതായിരിക്കും. പക്ഷേ മിഥുന് ആക്ച്വലി ആ ഒരു ഭാഗ്യമുണ്ട്. കാരണം നമ്മൾ കളിച്ചിട്ടുള്ള എല്ലാ കളികളും മിഥുനും കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവരമ്മയും കുട്ടിയായിട്ടും സ്വിമ്മിംഗ് പൂളിൽ കുളത്തിൽ കളിച്ചിട്ടും അങ്ങനെ അവർക്ക് ഞാൻ അനുഭവിച്ച ഒരുവിധം കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ മിഥുന് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിഥുന് നാട്ടിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നില്ല മിഥുന് ഇനി അടുത്ത പ്രാവശ്യം മുതൽ മിഥുന് നാട്ടിൽ പോകാൻ അത്ര വലിയ ഇഷ്ടം ഉണ്ടാവുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഈ പറയുന്ന കസിൻസൊക്കെ പലരും
പല വഴിക്കായി പല സ്ഥലങ്ങൾ. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ 12th കഴിഞ്ഞ് ഇനിയിപ്പോൾ കോളേജിലാവും, മറ്റാളിപ്പോൾ 10th കഴിഞ്ഞ് അതിൻ്റെ പഠിത്തം, മിത്തുവാണെങ്കിലും ഇനിയിപ്പോൾ വേറെ എവിടെ. അപ്പോൾ ഇവർ തമ്മിൽ കാണുന്നത് മറ്റേത് ഏപ്രിൽ മെയ് ആണല്ലോ വെക്കേഷൻ ടൈം എല്ലാ പിള്ളേർക്കും. അപ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നത് ഏപ്രിൽ മെയ്യിലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ആവില്ലല്ലോ കോളേജും ഇതൊക്കെ ആകുമ്പോൾ. അപ്പോൾ എത്രത്തോളം ആ ഒത്തുകൂടലില്ലെങ്കിൽ നാട്ടിൽ പോകാൻ എത്രത്തോളം ഇഷ്ടമാവും എന്ന് അറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം കുട്ടികൾക്ക് കുട്ടികൾ തന്നെ വേണമല്ലോ കളിക്കാനല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രസം ഉണ്ടാവില്ല. നമ്മളും അങ്ങനെ തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കും പുറത്ത് നമ്മൾ നാട്ടിൽ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ കസിൻസ് ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ വലിയ രസമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. എല്ലാവരും കൂടിയിട്ടുള്ള കളിക്കലും തിമിർക്കലും ഒക്കെയാണ്. അപ്പം ഇത് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു ഇവരിങ്ങോട്ട് വരാൻ വേണ്ടി. ഇപ്രാവശ്യം ഇവരിങ്ങോട്ട് വരാൻ വേണ്ടി മാത്രം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെയിൽ നാട്ടിൽ പോകാൻ അവൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവരൊക്കെ കൂടി ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ മാർച്ചിൽ ഓൾറെഡി നാട്ടിൽ പോയതായിരുന്നു. മിത്തുവിന് ട്യൂഷൻ ഉണ്ടായിരുന്നു, ഒഴിവാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ട്യൂഷനിൽ പിന്നെ മാക്സിമം 1 വീക്ക് ജപ്പാനിൽ പോയി വന്നിട്ട് 2 വീക്സും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇപ്രാവശ്യം നാട്ടിൽ പോലെ മെയിൽ ഒരിക്കലും പോസിബിളും ആയിരുന്നില്ല. അപ്പോൾ ഇവർ വന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ മാഡീനെയും അവരൊക്കെ നമുക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് അവർക്കും ചിലപ്പോൾ മാഡിക്ക് ഇങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് മാഡി വിഷമിച്ചിരിക്കുക. പക്ഷേ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഗീതുവിന് അവിടെ എൻ്റെ വീട്ടിൽ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വരാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഇതാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഐക്യയിലത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ ഐക്യ ഒന്ന് എല്ലാവരെയും കറക്കാൻ കൊണ്ടുപോകുന്നത്, എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് മുംബൈ വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഐക്യ ഒരു ഷോപ്പിങ്ങിനാണെങ്കിൽ ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഇത് ഞാൻ 2ാമത്തെ ദിവസം എടുക്കുന്നതാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചു. 2ാമത്തെ ദിവസം നമ്മൾ പോകുന്നത് ദ ഹാർട്ട് ഓഫ് മുംബൈ ആണ്, സൗത്ത് ബോംബെ. സൗത്ത് ബോംബെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്താല്ലേ. അപ്പോൾ അടൽ സേതു അതൊക്കെ നമ്മൾ ആര് വരുമ്പോഴും ഒരു ഇതാണ്. കാരണം സീലിംഗ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സീലിംഗ് ആണല്ലോ. അപ്പോൾ അത് പിന്നെ ദ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് സൗത്ത് ബോംബെ തന്നെയാണ്. സൗത്ത് ബോംബെ ഒരു വൈബാണ് കേട്ടോ, ഒരു എസ്തറ്റിക്. ഈ ജെൻസി പിള്ളേരെ വാക്കാണ് എസ്തറ്റിക്. ഈ കുട്ടികൾക്ക് എപ്പോഴും പറയുന്ന പേര് എസ്തറ്റിക് വൈബാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങനെ പിള്ളേരാകുമ്പോൾ ജെൻസിക്കാർ കുറച്ചും കൂടെ അടിപൊളിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവരൊരു സ്ഥലത്തേക്ക് വരുന്നതിന് മുന്നേ ആ സ്ഥലം മുഴുവൻ സെർച്ച് ചെയ്ത് അവിടെ എന്തൊക്കെയാണ് പിൻട്രസ്റ്റ് ഒക്കെ സെർച്ച് ചെയ്ത് എവിടെ നിന്നാലാണ് ഫോട്ടോ എടുക്കുക. നമ്മളെക്കാൾ നന്നായിട്ട് അവർക്ക് അറിയാം. അപ്പം മിത്തു എപ്പോഴും ഫോട്ടോഗ്രാഫറാണ്. മിത്തുവിൻ്റെ രമേശേട്ടൻ്റെ ഒരു പ്രാന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി ഫോട്ടോ എടുക്കും. രമേശേട്ടനേക്കാളും നന്നായി ഫോട്ടോ എടുക്കും വേണമെങ്കിൽ പറയാം. നന്നായി ഫോട്ടോ എടുക്കും. പക്ഷേ ആൾക്ക് പോസ് ചെയ്യാനൊന്നും വലിയ ഇഷ്ടമില്ല. ബിഹൈൻഡ് ദ ക്യാമറയാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല കിഡിലിൻ ഫോട്ടോസൊക്കെ അവരെ എടുത്ത് കൊടുത്ത് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ക്യാനി ആൻഡ് കോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബൺ മസ്ക കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ഫേമസ് ആണല്ലോ നാട്ടിലെ ബൺ മസ്ക. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ബൺ മസ്കയും ഇറാനി ചായയും 1960 സംതിങ്ങിലൊരു പേർഷ്യൻ റെസ്റ്റോറൻ്റ് ആണിത്, ക്യാനി ആൻഡ് കോ എന്ന് പറയുന്നത്. കിടു ടേസ്റ്റാണ്. നാട്ടിലെ ടേസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. മധുരം കുത്തിക്കളിക്കുക സംഭവം നല്ല ബട്ടർ സോൾട്ടാണ് കുറച്ചും കൂടെ. അത് ആ ചായയിൽ മുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ താജിൻ്റെ മുന്നിലുള്ള കുറേ എസ്തറ്റിക് ഒരു ദേസി വൈബിലാണ് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നത്. അത് ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടുത്തെ ഫേമസ് കൊളാബ മുറുഗാമി നമ്മുടെ അതിരടിയിൽ കാണിച്ചില്ലേ മുറുഗാമി. അപ്പോൾ ആ ഒരു ബുക്ക് കാണിച്ചതാണ്. കൊളാബ കോസ്വേയും അതുപോലെ ബാൻഡ്രയിൽ ഹിൽ റോഡ് ലിങ്ക് റോഡ് മസ്റ്റാണ്. പക്ഷേ കൊളാബ കോസ്വേ കുറച്ചും കൂടെ ഒരു ദേസി ടൈപ്പ് ഇഷ്ടമുള്ളവർക്ക് അതാവും നല്ലത്. അവിടെ കിഡിലൻ ഷോപ്പിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റില്ല. കുറച്ച് ദേസി ടൈപ്പാണ്. ഇവിടെ ബാൻഡ്രയിൽ ലിങ്ക് റോഡും ഹിൽ റോഡും വെസ്റ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വെസ്റ്റേൺ ഡ്രസ്സ് ഇഷ്ടമുള്ളവർക്ക് അവിടെ ഷോപ്പ് ചെയ്യാനും. കൊളാബ കോസ്വേ ഏറ്റവും ട്രെൻഡിങ് സംഭവങ്ങൾ വരും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് റേറ്റ് ബാൻഡ്രേക്കാളും കൂടുതലായിട്ട്, ഭയങ്കര കൂടുതലല്ല പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. കാരണം ഫോറിനേഴ്സൊക്കെ കൂടുതൽ വരുന്നത് ഇവിടെയല്ലേ, താജിൻ്റെ ബാക്കിലായതുകൊണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലായിരിക്കും. ഓനെറ്റ്സുക ടൈഗറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ട് ഈ കാണുന്നത് കേട്ടോ. വെറും 2000 രൂപ 3000 രൂപയുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ആരും മനസ്സിലാക്കുക പോലില്ല വേണമെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളത്. അങ്ങനെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ ഒറിജിനൽ ആവില്ല. പക്ഷെ കുർത്ത ആൻഡ് ജ്വല്ലറി ആക്സസറീസിൻ്റെ ഒരു ലോകമാണ്. ഇത് ലേറ്റസ്റ്റ് ട്രെൻഡ്സും സംഭവങ്ങളും കുറേ ലേറ്റസ്റ്റ് കുർത്തീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്നും വാങ്ങിയില്ല. അപ്പോൾ മിത്തുവിനും പിള്ളേർക്കുമാണ് നമ്മൾ 3 പേർക്കും കൂടിയിട്ടാണ് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ വാങ്ങിയിട്ട് എന്താ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു വർഷം 10ാം ക്ലാസ് അല്ലേ, പ്രത്യേകിച്ച് എവിടേക്കും പോക്കും ട്രിപ്പൊന്നും ഉണ്ടാവില്ല ഒരു വർഷം. അപ്പം അതുകൊണ്ട് എന്നാലും നമ്മൾ വാങ്ങിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കളക്ഷൻസ് ആയിരുന്നു നമുക്ക് അധികം. പക്ഷേ എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ജെൻസി പിള്ളേർക്കാണ് ഭംഗി ഉണ്ടാവുക. ബട്ട് ആക്ച്വലി മെയ് ഒരു മുംബൈ വിസിറ്റ് ചെയ്യാനൊരു സമയമല്ല കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി പീക്കാണ്. രമേശേട്ടൻ പാവം പുറത്തെത്തി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള നാരങ്ങ വെള്ളവും ഇതൊക്കെ ഡീഹൈഡ്രേഷൻ ആവാതിരിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്.
അൺസഹിക്കബിൾ. ഷോപ്പിംഗ് അത്ര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പോയി എന്നല്ലാതെ ഒരുവിധം പേർക്കൊന്നും സഹിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഹ്യൂമിഡിറ്റി. മുംബൈ വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒന്ന് മൺസൂണാണ്. കാരണം വാട്ടർഫോൾസിൻ്റെ ഒരു കളിയായിരിക്കും. ലോണാവാല, മഹാരാഷ്ട്രയുടെ ഒരുപാട് സൈഡ് വാട്ടർഫോൾസ് ആയിരിക്കും. ഇവൻ നമ്മൾ താമസിക്കുന്ന ഏരിയ ആണെങ്കിലും. പിന്നെ ഡിസംബർ ആണ് കേട്ടോ, തണുപ്പുള്ള സമയമായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹി ദർബാറിൽ വന്നു. ഇവിടെ മസ്റ്റാണ്, കുറേ സ്ഥലമുണ്ട്. ലിയോപോൾ കഫേ, ഡൽഹി ദർബാർ, ബ്രിട്ടാനിയയുടെ ഇത്, പിന്നെ ഒരു കീമ പാവ് കിട്ടുന്നു. ഒരുപാട് ഫുഡിൻ്റെ കാര്യത്തിലും സൂപ്പറാണ് കൊളാബ. അപ്പം മൊത്തത്തിൽ അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊളാബയിൽ നിന്ന് പിന്നെ കൊളാബ കഴിഞ്ഞാൽ പിന്നെ നമ്മളിന്ന് ഒരുപാട് സ്ഥലം, ആദ്യം നമ്മൾ ഈ സൈഡ്, അത് കഴിഞ്ഞ് ബാൻഡ്രയിലേക്ക് പോയി. കാരണം ഓരോ ദിവസം ഓരോ സൈഡ് കാണാൻ മാത്രം ഉണ്ട്. പക്ഷെ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കവർ ചെയ്തു. നമ്മുടെ ആൾട്ടമൗണ്ട് റോഡ്, ബില്ലിനേഴ്സ് കോളനി ഉണ്ടല്ലോ, അംബാനിയുടെയൊക്കെ വീട് അവിടെ, അത് കഴിഞ്ഞ് ഷാറുഖ് ഖാൻ്റെ അവിടെ, അങ്ങനെ അതൊക്കെയാണല്ലോ മസ്റ്റ് ആയിട്ടുള്ളത്. അതേപോലെ ബാൻഡ്ര വേളി, സീലിംഗ്, കോസ്റ്റൽ റോഡ്, കടലിൻ്റെ അടിയിൽ കൂടെയുള്ള റോഡ്, അതിൻ്റെ അടിയിൽ കൂടെയുള്ള മെട്രോ, ഇതൊക്കെ നമ്മൾ ഇന്ന് കവർ ചെയ്തു മാക്സിമം. പിള്ളേരായതുകൊണ്ട് തന്നെ നല്ല എനർജിയാണ്. നമ്മൾ അച്ഛനമ്മമാരായിട്ട് നമുക്ക് ഒരിക്കലും ഇത്രയും സാധനങ്ങളൊന്നും ഒരു ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ടയേർഡാവും. കുട്ടികളാകുമ്പോൾ ഭയങ്കര എനർജറ്റിക് അല്ല, അവർക്ക് ഇത്രയും സ്ഥലങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇനഫാണ്. ജിയോ വേൾഡ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പിംഗ് മോളല്ലേ നമ്മുടെ മുകേഷ് അംബാനിയുടെ. അവിടെ ഒനിറ്റ്സുക ടൈഗർ ഉണ്ട്. വളരെ കുറച്ച് സ്ഥലത്ത് ഇന്ത്യയിൽ ഇതുള്ളൂ, അതിലൊന്ന് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഒനിറ്റ്സുക കണ്ടപ്പോൾ രമേശേട്ടൻ പറഞ്ഞു വന്നേ ശരിയാവില്ല, ഓൾറെഡി ജപ്പാനിൽ ഒനിറ്റ്സുക ഇത് ചെയ്തതിൻ്റെ ഒരു കണക്കില്ല. അപ്പോൾ ജിയോ വേൾഡും ഭയങ്കര ലക്ഷറി ബ്രാൻഡ്സുകൾ മാത്രം ഉള്ള ഒരു അടിപൊളി ഷോപ്പിംഗ് മോളാണ്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അടച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ആ PVR ഉള്ളത്. നമ്മൾ ഓപ്പൺ റൂഫിൽ കാറിൽ ഇരുന്നിട്ട് നമുക്ക് സിനിമ കാണുന്ന ആ സംഭവം ഇവിടെ തന്നെയാണ് ഉള്ളത് കേട്ടോ, PVR മേലെ. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ കുറേ കറങ്ങി. ഫുഡ് കോർട്ട് രാത്രി ഫുൾ 24/7 ആണ് അവിടുത്തെ ഫുഡ് കോർട്ടും ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളത്, ബാറും പബ്ബും അങ്ങനത്തെയൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കറങ്ങി. ഇന്ന് നമ്മൾ മാക്സിമം ഫുള്ള് കറങ്ങി 2-3 ഡേയ്സ്. അങ്ങനെ 2-3 ഡേയ്സിൻ്റെ ആണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന സമയം 12:45 കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം കേട്ടോ. ബൈ.